ഹായ് ഫ്രണ്ട്സ്, മഴ കാരണം ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ അടുത്ത് വന്നു. അമ്മേനെ കൂടുതൽ പണിയൊക്കെ സഹായിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എപ്പോഴും അംഗൻവാടി കഴിഞ്ഞ് വരുമ്പോഴാണ് കയറാറ്. അപ്പോൾ അധികം നേരമൊന്നും ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം മുടക്ക് കിട്ടിയ ഇത്തിരി നേരമൊക്കെ അമ്മേനെ സഹായിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നു. പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ കടുമാങ്ങയും പിന്നെ മോര് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അമ്മ ഒരു പാത്രത്തിലാക്കി തന്നു. അതിന് ശേഷം ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട്. പരിപ്പും തക്കാളിയും കറിയും പിന്നെ ചക്കുപ്പേരിയും പയറുപ്പേരിയും പിന്നെ അമ്മ ഒരു കടുമാങ്ങയൊക്കെ നുറുക്കിയിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് തന്നു. അപ്പോൾ അങ്ങനെ പാത്രത്തിലാക്കി തന്നതൊക്കെ ഞാൻ സീറ്റിൻ്റെ അടിയിൽ വെക്കുകയാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു മഴ ഇപ്പോഴത്തെ ചെറുതായിട്ടൊരു തോർച്ചയുണ്ട്, അപ്പോൾ വേഗം പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ വേഗം അമ്മ തന്നതൊക്കെ സീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് വേഗം പോകാൻ നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പാർലിക്കാട് എത്തിയപ്പോൾ വാവിച്ചി മണിക്കുട്ടന് വന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടുപേർക്കും ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷൻ കളഞ്ഞിട്ട് കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ തന്നതൊക്കെ ഞാൻ സീറ്റിൻ്റെ അടിയിൽ എടുത്ത് വെച്ചിട്ട് പിന്നെ കോട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് നിവർത്തിയിട്ടിട്ട് ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി. അതിനുശേഷം ഞാൻ വേഗം അടിച്ചു വരാനും അങ്ങനത്തെ പണികളൊക്കെ ചെയ്തു. പിന്നെ വൈകുന്നേരത്ത് കഞ്ഞി വെച്ചാൽ മതി എന്ന് പറഞ്ഞു മണിക്കുട്ടന് വാവിച്ചും. അപ്പോൾ ഞാൻ കുത്തരി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കഞ്ഞി വെക്കാം. പിന്നെ തലേ ദിവസം തന്നെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അരിയൊക്കെ തിളച്ച് വന്നപ്പോൾ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചു. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ബിജേഷേട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ബിജേഷേട്ടൻ വരുമ്പോൾ തക്കാളി മുറുക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒരു പാത്രത്തിൽ പൊട്ടിച്ചിട്ടു. അതിന് ശേഷം മണിക്കൂട്ടൻ പിന്നെയും ട്യൂഷന് പോയിരിക്കുകയായിരുന്നു. 2 നേരം അവന് ട്യൂഷൻ ഉണ്ടായിരുന്നു മുടക്കുള്ള ദിവസം. അപ്പോൾ അങ്ങനെ ചായയും തക്കാളി മുറുക്കൊക്കെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. അതിന് ശേഷം ചക്കയൊക്കെ ഞാൻ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് വന്നപ്പോൾ വേഗം അതൊക്കെ കാച്ചിയെടുത്തു. അപ്പോൾ അങ്ങനെ ചക്കുപ്പേരിയൊക്കെ വെന്തു. നല്ല ടേസ്റ്റുള്ള ചക്കുപ്പേരിയായിരുന്നു. ഇത്തിരി കുഴഞ്ഞ പോലെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇവിടെ ഇഷ്ടം. അപ്പം അങ്ങനെ പിന്നെ കടുമാങ്ങ അമ്മ തന്നയച്ചതുണ്ടായിരുന്നു. നല്ല മണവും നല്ലൊരു പ്രത്യേക മണമായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കടുമാങ്ങയൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞിട്ടു. എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് ആ കടുമാങ്ങയിലെ വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് അതൊക്കെ നന്നായി സെറ്റാക്കി എടുത്തതിന് ശേഷം കഞ്ഞി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്താണെങ്കിൽ ഗംഭീര മഴയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കഞ്ഞിയൊക്കെ എല്ലാവർക്കും പാത്രത്തിൽ വിളമ്പി ചക്കുപ്പേരിയും കടുമാങ്ങച്ചാറൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയത്ത് ഇതുപോലെ കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.